ഓരോ ബസ്സുകളിലും 6-7 തൊഴിലാളികളെ തൊഴിൽ കൊടുക്കുന്ന ഒരു അന്നദാതാവായിരുന്ന ഈ സ്വകാര്യ ബസ് സർവീസ് അധികം വൈകാതെ അന്യം നിന്ന് പോകുന്ന ഒരു ഗതികെട്ട സ്ഥിതിയിലേക്ക് വന്നിരിക്കുകയാണ്. ഇതിന് പ്രധാനമായും മാറി മാറി വന്ന സർക്കാരുകളുടെ നയമാണ് എങ്കിൽ അതോടൊപ്പം തന്നെ തെറ്റായ രീതിയിലുള്ള ഉദ്യോഗസ്ഥന്മാരുടെ നയവും അതിനാക്കം കൂട്ടുന്നു എന്നതാണ് വാസ്തവം. കേരള ബസ് ട്രാൻസ്പോർട്ട് അസോസിയേഷൻ ഇന്ന് ഇത്തരത്തിൽ ട്രാൻസ്പോർട്ട് കമ്മീഷൻ ഓഫീസിലേക്ക് ഒരു മാർച്ചും പ്രതിഷേധ യോഗവും നടത്താൻ തീരുമാനിച്ച സാഹചര്യം ചെറുതല്ല. നമ്മുടെ ബസ്സുകളൊന്നും തന്നെ റോട്ടിലൂടെ ഇറങ്ങി സർവീസ് നടത്താൻ പറ്റാത്ത ഒരു ഗതികെട്ട സ്ഥിതിയിലാണ് ഇന്ന് സ്വകാര്യ ബസ് സർവീസ്. ഏകപക്ഷീയമായി 7,500 10,000 രൂപ അതിനെ പിഴ ഈടാക്കുന്ന ഒരു സാഹചര്യം. അതിലെ ഉടമസ്ഥനോ തൊഴിലാളിയോ പോലും അറിയാതെ ഒരു ക്യാമറയും കൊണ്ടുവന്ന് അല്ലെങ്കിൽ മൊബൈലിൽ ഒരു പരസ്യം എടുത്തുകൊണ്ട് അതിനെ പറയുന്ന വിധത്തിലുള്ള പിഴ ഈടാക്കുന്ന സാഹചര്യം. കേവലം കേരളത്തിലെ ബസ്സുടമ എന്ന് വെച്ചാൽ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഒരു സ്വയം തൊഴിൽ കണ്ടെത്തുന്ന 2-3 ചെറുപ്പക്കാർ ചേർന്ന് ഉണ്ടാക്കിയ ഒരു സ്വയം തൊഴിലിന്റെ ഭാഗമായിട്ടുള്ള സർവീസായി മാറിക്കഴിഞ്ഞു. ഈ ഒരു സാഹചര്യത്തിൽ ഏകപക്ഷീയമായ ചലാൻ സംവിധാനം കൊണ്ടുവന്നിരിക്കുക. രണ്ടാമത് നമ്മുടേതായ ഏതെങ്കിലും വിധത്തിലുള്ള പരാതികൾ പറയാൻ പോകുന്ന സമയത്ത് RTO ഓഫീസുകളിൽ 1 മണിക്ക് ശേഷം പ്രവേശനം നിഷേധിച്ചിരിക്കുന്നു. ഗവൺമെന്റ് ഓർഡർ ഇറക്കിയില്ല, മറിച്ച് ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഓർഡർ ഇറക്കി ഉദ്യോഗസ്ഥന്മാരെ 1 മണിക്ക് ശേഷം അവർ ഫോൺ പോലും എടുക്കണ്ട എന്നാ പറയുന്നത്. ഇതിന്റെ അവസ്ഥ എന്താ? ഉദ്യോഗസ്ഥന്മാരെ അന്യായമായ കൈക്കൂലി വാങ്ങുന്നതിന് സാഹചര്യം ഒരുക്കി കൊടുത്തു. നമ്മുടെ 108 പരാതികളുണ്ട്. ആ പരാതി കേൾക്കാൻ പോലും സൗകര്യമില്ലാത്ത വിധത്തിലേക്ക് ഈ ഉത്തരവ് നടപ്പാക്കുന്ന സാഹചര്യം. പാവപ്പെട്ട ഡ്രൈവർമാരുടെ ലൈസൻസുകൾ അന്യായമായി സസ്പെൻഡ് ചെയ്യുന്നു. കഴിഞ്ഞ ഒരു 3 മാസം മുമ്പ് RTOയിൽ നിന്ന് സുതാര്യമായി ലഭിച്ചിരുന്ന
RC ബുക്കുകളും ഡ്രൈവിംഗ് ലൈസൻസുകളും സ്വകാര്യ പ്രസ്സിലേക്ക് കൊടുത്ത് അതിന് വലിയ തരത്തിലുള്ള കൈക്കൂലി പിരിക്കുന്ന ഒരു സംഭവം ഉണ്ടായി. സംഘടനയുടെ ശക്തമായ പ്രതിഷേധത്തിൻ്റെ ഫലമാണ് ഇപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസും RC ബുക്കും ഡിജിറ്റലാക്കി മാറ്റിയിട്ടുള്ളത്. സാധാരണക്കാർക്ക് ബഹുദൂര യാത്രകൾക്കും ഹ്രസ്വദൂര ഗ്രാമീണ യാത്രകൾക്കും അവർ ആശ്രയിച്ചിരുന്നത് ഇത്തരം സർവീസുകളെയാണ്. പിന്നീടാണ് ഗവൺമെൻറ് പൊതുമേഖലയിൽ യാത്രാ സംവിധാനം ആരംഭിക്കുകയും ചില ജില്ലകളും ചില റോഡുകളും ദേശസാൽക്കരിക്കുകയും ചെയ്തതോടെ ആ പ്രദേശങ്ങളിലാകെ റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ വാഹനങ്ങൾ സഞ്ചരിക്കുകയുണ്ടായി. 40,000-ൽ നിന്ന് ഏതാണ്ട് 6,700 താഴെയായി കേരളത്തിലെ പ്രൈവറ്റ് ബസ്സുകളുടെ എണ്ണം പരിമിതപ്പെട്ട് കൈവശമുണ്ടായിരുന്ന വാഹനങ്ങൾ ഇന്ന് റോഡ് വക്കത്ത് തട്ടുകടയ്ക്ക് നൈറ്റ് ഭക്ഷണം വിതരണം ചെയ്യുന്ന സംവിധാനത്തിന് ഉപയോഗിക്കുന്ന ദുരവസ്ഥയിലേക്ക് ഈ സംരംഭകരിൽ വലിയൊരു വിഭാഗം ചെന്നെത്തിയിട്ടുണ്ട്. ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ വസ്തു പണയം വെച്ച് ഭാര്യയുടെ ആഭരണം വിറ്റ് മാർവാടിയിൽ നിന്ന് CC വാങ്ങി ബാങ്ക് വായ്പയെടുത്ത് ഈ സംരംഭങ്ങൾ ആരംഭിച്ചതിൽ നിരവധി ആളുകൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ ആത്മഹത്യയിൽ അഭയം പ്രാപിച്ച വാർത്തകൾ ഈ ഘട്ടങ്ങളിലാണ് പുറത്തു വന്നത്. എന്നാൽ അവിടെ ഓരോ കാലത്തും ശാസ്ത്ര സാങ്കേതിക രംഗത്തും ജീവിത രംഗത്തും ഉണ്ടാകുന്ന എല്ലാ പുരോഗതികളും എല്ലാ മേഖലയിലും മാറ്റം വരുത്തുമ്പോൾ ആ മേഖല പ്രൈവറ്റ് ബസ് മേഖലയിലും റോഡ് ഗതാഗത രംഗത്തും വരുത്തണമെന്ന RTO അധികാരികളുടെ അഭിപ്രായത്തോട് ഞങ്ങൾക്ക് യോജിപ്പുണ്ട്. പക്ഷേ ആ യോജിപ്പ് തുഗ്ലക് പരിഷ്കാരമായി മാറാൻ വേണ്ടി പാടില്ല. കേരളത്തിലുണ്ടാകുന്ന വാഹനാപകടങ്ങളുടെയും കേരളത്തിലുണ്ടാകുന്ന മറ്റ് അപകടങ്ങളുടെയും എല്ലാം ഉത്തരവാദിത്വം പ്രൈവറ്റ് ബസ് ഉടമകളുടെയും ഡ്രൈവർമാരുടെയും ജീവനക്കാരുടെയും തലയിൽ കെട്ടിവെക്കുമ്പോൾ ശാസ്ത്രീയമായ റോഡ് നിർമ്മാണം നടത്താതെ കൃത്യസമയത്ത് റോഡുകൾ മെയിൻ്റനൻസ് നടത്താതെ കൃത്യമായ ട്രാഫിക് സിഗ്നലുകൾ സ്ഥാപിക്കാതെ കൃത്യമായ ട്രാഫിക് ഗതാഗത സംവിധാനങ്ങൾ ഉണ്ടാക്കാതെ യഥാസമയം വാഹനമോടിക്കാനുള്ള പരിശീലനം നൽകുന്നവർക്ക് അവരുടെ വാഹന ഓടിക്കാനുള്ള ക്ഷമതയ്ക്കനുസരിച്ച് ലൈസൻസ് നൽകാതെ തോന്നിയതുപോലെ പണം വാങ്ങി വേണ്ടപ്പെട്ടവർക്ക് ലൈസൻസ് നൽകുന്നത് ഉൾപ്പെടെയുള്ള ക്രമവിരുദ്ധമായ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഒരു ദിവസം വണ്ടിയെടുത്ത് വണ്ടിയുടെ പുറകിലിരുന്ന് ഗിയറില്ലാത്ത വാഹനമെന്ന് സൈക്കിൾ ബാലൻസോടെ ഓടിക്കുന്നയാള് എഴുത്തു പരീക്ഷയിൽ പങ്കെടുത്താൽ 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റിന്റെ കോപ്പിയും കണ്ണു കാണാവുന്നതാണ് എന്ന് കണ്ണാശുപത്രിയിലെ സർട്ടിഫിക്കറ്റും 4 പാസ്പോർട്ട് സൈസ് ഫോട്ടോയും കൊടുത്താൽ എല്ലൊട്ടിച്ച് ലേണേഴ്സുമായി റോഡിലേക്ക് ഇറങ്ങുന്ന വാഹനങ്ങൾ അപകടമുണ്ടാക്കുമ്പോൾ 10ഉം 15ഉം 20ഉം 30ഉം വർഷക്കാലം ജീവിതത്തിന്റെ വളയം പിടിക്കാൻ രാപ്പകലില്ലാതെ ഓടുന്ന ഡ്രൈവർമാരും തൊഴിലാളികളുടെയും തലയിലേക്ക് ഈ ബാധ്യത അടിച്ചേൽപ്പിക്കുന്ന പ്രാകൃതമായ നിയമം പിൻവലിക്കണമെന്നതാണ് ഞങ്ങൾ ഈ സമരത്തോടെ മുന്നോട്ട് വെക്കുന്ന ആവശ്യം. ഇവിടെ ഡ്രൈവിംഗ് അറിയാത്ത സ്വകാര്യ സംരംഭകരും സ്വകാര്യ വാഹനം ഓടിക്കുന്ന ആളുകളും ഇരുചക്ര വാഹനങ്ങളിലെ പുതിയ സാങ്കേതിക വിദ്യയുള്ള പുതിയ കാവസാക്കിയുടെ പുതിയ വണ്ടികളുണ്ടല്ലോ, ഞാൻ പേരൊന്നും ചിലതിനെ കുറിച്ചൊന്നും പറയുന്നില്ല. അത്തരം വാഹനങ്ങളും ഉണ്ടാക്കുന്ന അപകടങ്ങളുടെ ഉത്തരവാദികളെല്ലാം മോട്ടോർ മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികളാണ് എന്ന് വരുത്തി തീർക്കുന്ന പ്രചരണമാണ് കേരളത്തിൽ. ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായാൽ അതിനെ പൊതുവൽക്കരിക്കാനും തൊഴിലാളികളുടെയും സംരംഭകരുടെയും പക്ഷത്ത് നിൽക്കാതെ അതിനെതിരായും വാർത്തയുണ്ടാക്കിയാൽ കാഴ്ചക്കാരുടെ റേറ്റിംഗ് കിട്ടുമെന്ന് പറഞ്ഞ് അത് കച്ചവടം ചെയ്ത് അന്തിച്ചർച്ചയ്ക്ക് തയ്യാറാകുന്ന ചില മാധ്യമ പ്രമുഖന്മാർ കൂടിയാകുമ്പോൾ ഇവരെ വേട്ടയാടാൻ എളുപ്പമാണ്. അതിന്റെ മറവിലാണ് രാജ്യം ഭരിക്കുന്ന ശ്രീ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് ഇന്ത്യയുടെ പാർലമെന്റിൽ ഒരു പുതിയ നിയമം കൂടി കൊണ്ടുവന്ന് ഹിറ്റ് ആൻഡ് റൺ. ഒരു സാധാരണക്കാരന് കേട്ടാൽ മനസ്സിലായത് എന്താണ് ഹിറ്റ് ആൻഡ് റൺ. ക്രിക്കറ്റ് കളിക്കുന്ന ആളുകൾ അറിയാം, തട്ടിക്കിട്ടിട്ട് ഓടുക എന്നതാണ് എൻ്റെ മലയാളം. വാഹനം ഓടിക്കുന്നൊരു ഡ്രൈവർ ഓടിക്കുന്നതിനിടയിൽ ഒരു അപകടമുണ്ടായാൽ അയാൾ സ്വാഭാവികമായി അപകടം പറ്റുന്നയാളെ ആശുപത്രിയിൽ എത്തിക്കേണ്ട ബാധ്യത ഡ്രൈവർക്കുള്ളതാണ്. സാംസ്കാരിക പ്രബുദ്ധതയുള്ള നാടാണ് കേരളമെന്ന അഭിമാനത്തോടെ നമ്മൾ പറയുന്നു. ഇവിടെ ഈ വിമൻസ് കോളേജിന്റെ മുന്നിലെ വഴുതക്കാട് ജംഗ്ഷനിൽ വെച്ച് ഒരു സ്കൂട്ടർ യാത്രക്കാരനും ഒരു ഓട്ടോറിക്ഷക്കാരനും നമ്മൾ മുട്ടി. സ്കൂട്ടർ യാത്രക്കാരൻ ട്രാഫിക് നിയമം വയലേഷൻ നടത്തിയാലും ആള് ഓടി വന്ന് ആരെ അടിക്കുക? ഓട്ടോറിക്ഷക്കാരനെ കാണുമ്പോൾ കാഴ്ചയിൽ വലുത് ഓട്ടോറിക്ഷയാണ്. ഓട്ടോറിക്ഷയും ടാക്സിയും തമ്മിൽ മുട്ടിയാൽ ഓടി വരുന്നയാൾ ആദ്യ ടാക്സിക്കാരനെ അടിക്കും. ടാക്സിയും പ്രൈവറ്റ് ബസ്സും കൂടി മുട്ടിയാൽ ആദ്യത്തെ അടി പ്രൈവറ്റ് ബസ്സുകാരനാണ്. കാരണം എന്താ? ഇതാണ് വലിയ വണ്ടി, നീയാണ് കുഴപ്പമെന്ന. ഈ നില ആള് കാണുമ്പോൾ അപകടം സംഭവിച്ചാൽ ഡ്രൈവർ ആദ്യം എന്താ ചെയ്യുക? വണ്ടി എവിടെ ഇട്ടിട്ട് പ്രാണരക്ഷാർത്ഥം ഓടും.
ഇയാളോട് പുതിയ നിയമം പറയുന്നത് എന്താ? രോഗിയെ ആശുപത്രിയിൽ എത്തിച്ച് അവിടെ നിന്ന് ഓട്ടോറിക്ഷ പിടിച്ച് തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ വന്ന് റിപ്പോർട്ട് ചെയ്യാത്ത പക്ഷം നിനക്ക് 8 മാസത്തെ അല്ല 10 വർഷത്തെ കഠിന തടവ്, 8 ലക്ഷം രൂപ പിഴയും. ഇതാണ് കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കിയ പുതിയ ഭാരതീയ ന്യായ സംഹിത 106(1)(2) വകുപ്പ് നമുക്കെതിരായി ചുമത്തുന്ന പുതിയ കുറ്റം. ഇതാണ് രാജ്യത്തെ നയമെങ്കിൽ ഇവിടെയോ എല്ലാ നയങ്ങളും രാജ്യത്ത് പാസാക്കുമ്പോൾ അത് ആദ്യം നടപ്പിലാക്കുന്നത് കേരളത്തിലാകണമെന്ന ഒരു പ്രത്യേക ശാഠ്യമുള്ളതാണ് കേരളത്തിലെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിലെ ചില ഉദ്യോഗസ്ഥന്മാർ. സർക്കിളുകൾ എണ്ണുന്നതിരിക്കുകയാണ്. ഇവിടെ ക്യാമറയുടെ കാര്യം പറഞ്ഞല്ലോ. എല്ലാവരും നമ്മുടെ ഉടമകൾ വളരെ പാവങ്ങളാണ്. അവരെല്ലാം വിചാരിച്ച് ക്യാമറ വരുമ്പോൾ നല്ലതല്ലേ, നമുക്ക് ക്യാമറയിൽ നിന്ന് നമ്മുടെ വാഹനം പോകുന്നത് കാണാം, കണ്ടക്ടർ ടിക്കറ്റ് കൊടുക്കുന്നുണ്ടെന്ന് പരിശോധിക്കാമെന്നാണ്. എറണാകുളം ഗസ്റ്റ് ഹൗസിൽ ആരാധനായ മന്ത്രിയെ നമ്മൾ ചർച്ച നടത്തിയ അടിസ്ഥാനത്തിൽ ഞാനും ജോൺസൺ പെരുമാറും ഗോകുൽദാസും ബാലകൃഷ്ണൻ കുറവത്തെല്ലാം എറണാകുളം ഗസ്റ്റ് ഹൗസിൽ വെച്ച് സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞത് 2 ക്യാമറ വെച്ചാൽ മതി. ഇവിടെ 2 ക്യാമറ വെക്കുമ്പോൾ 1 ക്യാമറ പൈസ ഗവൺമെന്റ് തരുമെന്നാണ്. നമ്മളെ അംഗീകരിച്ചു. നമുക്ക് ഗുണമുള്ളതാണല്ലോ. രണ്ടാമത് 3 ക്യാമറയായി. അത് എങ്ങനെയാണ് എന്ന് പരിശോധനയിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അതിനുശേഷം മുഖ്യമന്ത്രിയും ഗവൺമെന്റും അറിയാതെ ഉദ്യോഗസ്ഥർ അനുമതിക്കാൻ വേണ്ടിയിട്ട് ഒരു ലോബി ഉണ്ടാക്കി അതിനു വേണ്ടിയിട്ടുള്ള ഒരു അധർമ്മത്തിന്റെ മാർഗം സ്വീകരിച്ചുകൊണ്ട് അത് 6 ക്യാമറയായി. പിന്നെ ഒരു ക്യാമറയോട് വരുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ട ഉടമകളൊന്ന് ശ്രദ്ധിക്കണം. 7ാമതൊരു ക്യാമറയുണ്ട്. ആ ക്യാമറ ഡ്രൈവർ 4 സെക്കൻഡിൽ ഇറങ്ങുകയാണെങ്കിൽ ആ ക്യാമറ ശരിക്കും ശബ്ദം ഉണ്ടാക്കും. നല്ലതല്ലേ? ആക്സിഡന്റ് ഉണ്ടാവും. ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് കമ്മീഷണറും ഉദ്യോഗസ്ഥരോട് നിങ്ങൾക്ക് പറയാനുള്ളത്, ആക്സിഡന്റ് ഉണ്ടാകുവാൻ ഒരു ജീവിതം അപകടത്തിലാണെങ്കിൽ 1 സെക്കൻഡ് മതി. 1 സെക്കൻഡ് മതി അപകടം ഉണ്ടാകാൻ. ഇത് ഏത് ഉന്നതന്റെ ഞാൻ വ്യക്തമായി അത് അറിയാവുന്നതുകൊണ്ടാണ് പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട പല വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് KPTA സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇവിടെ ഒരു ധർണാ സമരം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇത് സംഘടിപ്പിക്കാനുണ്ടായ കാരണം, ആദ്യം ഇത് നമ്മുടെ ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രിയുടെ വസതിയിലേക്കായിരുന്നു ഈ മാർച്ച് ആദ്യം പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ അവിടെയുള്ള ചില സെക്യൂരിറ്റി പ്രശ്നങ്ങളും എല്ലാം കൊണ്ടാണ് ട്രാൻസ്പോർട്ട് കമ്മീഷണറേറ്റ് ഓഫീസിലേക്ക് മാറ്റാൻ ഇടയായിട്ടുള്ളത് എന്ന് ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. നമുക്കറിയാം, കേരളത്തിൽ 20 വർഷം മുമ്പ് 36,000-ഓളം ബസ്സുകൾ സർവീസ് നടത്തിയിരുന്ന ഈ സ്ഥാനത്ത് ഈ 20 വർഷം കഴിഞ്ഞപ്പോൾ അത് 7,000-ത്തിനടുത്തായി ചുരുക്കിയ ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായിരിക്കുന്നത്. ആ 20 വർഷത്തിനേക്കാൾ കൂടുതൽ ജനസംഖ്യ ഈ സംസ്ഥാനത്തുണ്ടാകുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ആളുകൾക്ക് യാത്രാ സൗകര്യങ്ങൾ പൂർണ്ണമായും നല്ല രീതിയിൽ പ്രദാനം ചെയ്യാൻ നമ്മുടെ സംസ്ഥാന സർക്കാരിന് കഴിയാത്ത സാഹചര്യത്തിലാണ് ആ ഉത്തരവാദിത്വം സ്വകാര്യ ബസ് മേഖലയെ ഏറ്റെടുക്കാനുള്ള സാഹചര്യം ഉണ്ടായത്. നമുക്കറിയാം, ഓരോ ബസ്സും ഓരോ 3 മാസം കൂടുമ്പോൾ ക്വാർട്ടർലി ടാക്സ് ആയിട്ട് 40,000-ത്തിന് മേൽ രൂപ വെച്ച് ഓരോ ബസ്സും സംസ്ഥാന ട്രഷറിലേക്ക് അടയ്ക്കുന്നുണ്ട്. പക്ഷേ KSRTC സംബന്ധിച്ചിടത്തോളം 1 രൂപ പോലും ഒരു രീതിയിലും ഇൻഷുറൻസ് ആയിട്ടോ അല്ലെങ്കിൽ റോഡ് ടാക്സ് ആയിട്ടോ ഒരു രീതിയിലും സർക്കാരിലേക്ക് അടയ്ക്കാത്ത സാഹചര്യമാണ് ഈ സംസ്ഥാനത്ത് നിലനിൽക്കുന്നത്. നമുക്കറിയാം, 120-140 കിലോമീറ്റർ ദീർഘദൂര സർവീസുകൾ സ്വകാര്യ മേഖലയിൽ ഉണ്ടായിരുന്നു. ആളുകൾക്ക് ഏറ്റവും വലിയ യാത്രാ സൗകര്യങ്ങൾ പ്രകാരം ചെയ്തു കൊടുത്തിരുന്നത് കേരളത്തിലെ ഈ സ്വകാര്യ ബസ് മേഖലയാണ്. ഇന്നും ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ചോദിക്കുന്നത് എൽസമ്മ വന്നോ, ഷെറീഫ് പോയോ, ഹക്കീം വന്നോ, ഇവരാരും പേരല്ല, വണ്ടിയുടെ പേരുകളാ. കാര്യം എന്താ? 6:55 വരുമെന്ന് പറഞ്ഞാൽ 6:55 കൃത്യമായി എൽസമ്മയോ ഹക്കീമോ വന്നിരിക്കും. ഒരു KSRTC ബസ് നോക്കിയാലോ അത് വരത്തില്ല. ആ സ്വകാര്യ ബസ് മേഖലയെ തറപറ്റിക്കാൻ വേണ്ടി ചില സർവീസുകളൊക്കെ ഏറ്റെടുത്താൽ തന്നെയും 2-3 ദിവസം കൂടി കഴിയുമ്പോൾ ആ KSRTC ബസ് ആ റൂട്ടിൽ സർവീസ് നടത്താത്ത സാഹചര്യമാണ് ഇവിടെ നിലനിൽക്കുന്നത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ കാര്യം, KSRTC കൈയൊഴിഞ്ഞ ആ ഒരു മേഖലയെ തന്നെ പല രീതിയിലും സംരക്ഷിച്ച് ഓരോ വിദ്യാർത്ഥിയും അവരുടെ വീടിന്റെ വാതിക്കൽ നിന്ന് കയറ്റി അവരുടെ വീടിന് സ്കൂളുകളിൽ എത്തിച്ച് അവരെ തിരിച്ചു കൊണ്ടുപോയി എത്തിക്കുന്നതും എല്ലാം സ്വകാര്യ ബസ് ഉടമകളും സ്വകാര്യ ബസ് ജീവനക്കാരുമാണ്.